ഇപ്പോൾ നമുക്കൊപ്പം പ്രശാന്ത് ശിവൻ ബിജെപി പ്രതിനിധി കൂടി ചേരുകയാണ്. ശ്രീ പ്രശാന്ത് ശിവൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ ഇതാ പാലക്കാട്ടുകാരുടെ MLA ആയി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് BJPക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഞങ്ങൾ തുടക്കം മുതൽ വളരെ വിശദമായി തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായി തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യുന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് അവർ പുറത്താക്കി എന്നതുകൊണ്ട് അദ്ദേഹം ഈ ചെയ്ത തെറ്റില്ലാതാവുന്നില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് തയ്യാറാവണം. ഈ രണ്ട് വിഷയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ BJPയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ തുടരുക തന്നെ ചെയ്യും. പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ തുറന്നു പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര തവണയാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടേണ്ടത് വരുന്നത്, എത്ര പേരാണ് ആക്രമിക്കപ്പെടേണ്ടതായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക പരസ്യമായി പ്രതികരിക്കുവാൻ തയ്യാറായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പലിനോട് അവർ നേരിട്ട് പറഞ്ഞതാണ്, യൂത്ത് കോൺഗ്രസിനകത്തെ നിരവധി പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മിസ്ബിഹേവ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം നിരവധി പെൺകുട്ടികളാണ് മിസ്ബിഹേവ് ചെയ്തിരിക്കുന്ന രാഹുൽ. അതിനെക്കുറിച്ച് പരാതി കോൺഗ്രസിന്റെ പ്രവർത്തക അവരുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പലിനോട് പറഞ്ഞ സമയത്ത് അത് മുഖവിലയ്ക്ക് പോലും എടുക്കാതെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പൊ ഇവിടെ പരാതിപ്പെടുന്ന സ്ത്രീകളോടൊപ്പമല്ല കോൺഗ്രസ്, മറിച്ച് വേട്ടക്കാരനോടൊപ്പമാണ് എന്ന സൂചനയാണ് ആ വിഷയത്തിലൂടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ ഇന്നലെ പരസ്യമായി വന്നു. അപ്പൊ ഇതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് BJPക്ക് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നതോ തുടരാതിരിക്കുന്നതോ എല്ലാം അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെയും താല്പര്യമാണ്. പ്രശാന്ത് ഒന്ന് തുടരുക. ഇപ്പോൾ MM ഹസൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് KPCC അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം. മാതൃകാപരമായൊരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. മാധ്യമങ്ങളും മറ്റ് പാർട്ടികളും ഒക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ